കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ചരിത്രത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കും അപ്രതീക്ഷിതമായ അട്ടിമറികൾക്കും എക്കാലത്തും പേരുകേട്ട മണ്ണാണ് പാല. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് പാലാ നഗരസഭ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ഇടതുമുന്നണിയിൽ നിന്നും UDF പിടിച്ചെടുത്ത നഗരസഭയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വാച്ചുമോഷണ വിവാദം കേവലം ഒരു വ്യക്തിപരമായ ആക്ഷേപത്തിനപ്പുറം വലിയൊരു ഭരണ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ഉന്നയിച്ച ഗുരുതരമായ മോഷണ പരാതി പാലായിലെ UDF ഭരണത്തിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഉറച്ച കോട്ടയായാണ് പൊതുവെ പാലാ നഗരസഭ വിലയിരുത്തപ്പെടുന്നത്. KM മാണിയുടെ കാലം തൊട്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായി ഇവിടെ ഭരണം പിടിക്കുകയെന്നത് UDF-നെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ നേരിട്ടിടപെട്ടാണ് പാലായിലെ ഭരണം പിടിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞത്. അധികാരത്തിലേറാൻ ആവശ്യമായ ഭൂരിപക്ഷം തെളിയിക്കാൻ UDF ആശ്രയിച്ചത് പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയായിരുന്നു. ഈ തന്ത്രം വിജയകരമാവുകയും UDF ഭരണം പിടിച്ചെടുക്കുകയും ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ബിനി പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി ചുമതല ഏൽക്കുകയും ചെയ്തു. UDF തങ്ങളുടെ അഭിമാന പോരാട്ടമായി കണ്ട പാലാ ഭരണമാണ് ഇപ്പോൾ കൗൺസിലർമാർ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങളും ആക്ഷേപങ്ങളും കാരണം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. പാലാ നഗരസഭയെ പിടിച്ചുകുലുക്കിയ പുതിയ നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് നഗരസഭയ്ക്കുള്ളിലെ തർക്കങ്ങളല്ല, മറിച്ച് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനുള്ളിലെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രാദേശിക പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെയുണ്ടായ തർക്കത്തിനിടയിൽ ചെയർപേഴ്സന്റെ പിതാവും മുതിർന്ന നേതാവുമായ ബിനു പുളിക്കക്കണ്ടം തന്നെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് രംഗത്തെത്തി. ഇതേ തുടർന്ന് ബിജു മാത്യൂസ് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും മഹസർ തയ്യാറാക്കാനുമായി നഗരസഭയിലെത്തി. പരാതിക്കാരനായ ബിജു മാത്യൂസിനൊപ്പം പോലീസ് സംഘം ചെയർപേഴ്സന്റെ ചേംബറിൽ പരിശോധനയ്ക്കെത്തി. ഈ പരിശോധനാ സമയത്താണ് രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാച്ചുമോഷണ ആരോപണം ഉയരുന്നത്. പോലീസിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് തന്റെ ചേംബറിലിരുന്ന വിലപിടിപ്പുള്ള വാച്ചും അതോടൊപ്പം ചില അതീവ രഹസ്യ സ്വഭാവമുള്ള സീൽ ചെയ്ത ഫയലുകളും മോഷ്ടിച്ചുവെന്ന പരസ്യമായ ആരോപണവുമായി ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം രംഗത്തെത്തി. ഭരിക്കുന്ന മുന്നണിയിലെ ഒരു പ്രമുഖ കൗൺസിലർക്കെതിരെ അതേ മുന്നണിയിലെ നഗരസഭാ അധ്യക്ഷ തന്നെ ഇത്തരമൊരു മോഷണക്കുറ്റം ആരോപിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറി. ഈ ആരോപണം ഉയർന്നതോടെ നഗരസഭയിലെ ഭരണകക്ഷി ബന്ധം പൂർണ്ണമായി തകർന്നു. തനിക്കെതിരെ ഉയർന്ന മോഷണ പരാതി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബിജു മാത്യൂസിന്റെ വാദം. തന്നെ ജനമധ്യത്തിൽ വ്യക്തിഹത്യ ചെയ്യാനും രാഷ്ട്രീയമായി തകർക്കാനും ചെയർപേഴ്സണും കുടുംബവും ചേർന്ന് ആസൂത്രണം ചെയ്ത വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ചെയർപേഴ്സന്റെ മോഷണ പരാതിക്ക് പിന്നാലെ UDF ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് കടുത്ത രാഷ്ട്രീയ നീക്കങ്ങളും അരങ്ങേറി. നഗരസഭയിൽ UDF ഭരണം നിലനിർത്താൻ നിർണായകമായി പങ്കുവഹിക്കുന്ന പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സ്വതന്ത്ര കൗൺസിലർമാരും ടീം UDF എന്ന ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒന്നിച്ച് പുറത്തുപോയി. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇതൊരു കനത്ത പ്രഹരമായിരുന്നു. കൗൺസിലർമാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്ന് കരുതിയ നേതൃത്വത്തിന് സ്വതന്ത്രരുടെ ഈ നീക്കം ഭരണം ഏത് നിമിഷം താഴെ വീഴാമെന്ന കടുത്ത പ്രതിസന്ധിയുടെ മുന്നറിയിപ്പായി മാറി. ഭരണകക്ഷിയിലെ തർക്കം രൂക്ഷമായതോടെ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയിലായി. പാലായിലെ ഭരണം നഷ്ടപ്പെടുന്നത് സംസ്ഥാന തലത്തിൽ കോൺഗ്രസിനും UDF-നും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും നേരിട്ട് ഇടപെട്ട് ഉണ്ടാക്കിയെടുത്ത ഭരണമായതിനാൽ ഇത് നേതൃത്വത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര ചർച്ചകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ പുളിക്കക്കണ്ടം കുടുംബം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനും വാച്ച് മോഷ്ടിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പാർട്ടി തലത്തിൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് അവരുടെ തീരുമാനം. ഭരണപരമായ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ KPCC നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് UDF പ്രാദേശിക നേതാക്കൾ പ്രത്യാശിക്കുന്നുണ്ടെങ്കിലും കൗൺസിലർമാർ തമ്മിലുള്ള വ്യക്തിപരമായ ശത്രുതയും വാശിയും അനുനയ ചർച്ചകൾക്ക് വലിയ തടസ്സമായി നിൽക്കുന്നു. പാലാ നഗരസഭയിലെ UDF ക്യാമ്പിലെ ഓരോ ചലനങ്ങളും അതീവ ജാഗ്രതയോടെയും തന്ത്രപരമായും നിരീക്ഷിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കൈകളിൽ നിന്ന് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട പാലാ ഭരണം തിരികെ പിടിക്കാനുള്ള ഒരു സുവർണ അവസരമായാണ് ഇടതുമുന്നണി ഈ ആഭ്യന്തര കലഹത്തെ നോക്കിക്കാണുന്നത്. UDF ക്യാമ്പിലെ വിള്ളൽ പരമാവധി മുതലാക്കാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ LDF കൃത്യമായ തന്ത്രങ്ങൾ മെനയുന്നുമുണ്ട്. നഗരസഭയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിച്ചാൽ അത് പാലായിൽ തങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ തിരിച്ചടിക്ക് ജനമധ്യത്തിൽ നൽകുന്ന
നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടിയാകുമെന്നും ജോസ് കെ മാണി കണക്കുകൂട്ടുന്നു. UDF-ലെ അടിയന്തര അനുനയ ചർച്ചകൾ പരാജയപ്പെടുമെന്ന പക്ഷം ഒട്ടും സമയം കളയാതെ CPM ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനാണ് സാധ്യത. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച 3 സ്വതന്ത്ര കൗൺസിലർമാരെയും ഒപ്പം നിർത്തി നഗരസഭയിൽ പുതിയ ഭരണസഖ്യം ഉണ്ടാക്കാൻ CPM പ്രാദേശിക നേതൃത്വം ഇതിനോടകം തന്നെ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായാണ് സൂചനകളും.